ക്ലോക്കിലെ സമയം 12:15 ആയാൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? നമുക്ക് 12:15 അതിനുള്ളിലുള്ള കോൺ എത്ര ഡിഗ്രിയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലോക്കിൻ്റെ പിക്ചർ വരയ്ക്കാം. ഓക്കെ, 12:15 അല്ലേ? 1, 2. ഇതിനുള്ളിലുള്ള മിനിറ്റ് എത്രയാണെന്ന് കാണാം. 5, 10, 15. 15 മിനിറ്റാണ് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ളത്. 15 × 6. 6 ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്കുകൾ ചെയ്യുന്നത്. 15 മിനിറ്റിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 ആണ് വരുന്നത്, അതായത് 90 ഡിഗ്രി. ഇനി നമുക്ക് ഈ കോണിലേക്ക് വരാം. ഈ കോണ് 90 ഡിഗ്രി ആണോ? 90 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് മാറിയിരിക്കും. അതായത് 12:15 എന്ന് പറയുമ്പോൾ 12ൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിറ്റ്, അതായത് 15, ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്യുക. 7.5. ഈ 7.5നെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള 90 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കുക. ഈ കുറയ്ക്കാനുള്ള കാരണം ഈ 12ൽ നിന്ന് ഈ സൂചി, മണിക്കൂർ സൂചി കുറച്ച് മൂവ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ 90ൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 82.5 ഡിഗ്രി. 12 മണിക്കും 15 മിനിറ്റിനും ഇടയിലുള്ള കോണളവ് 82.5 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിക്ക് പുറത്താണ് നമ്മുടെ കോൺ വരുന്നതെങ്കിൽ അത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉള്ളിലായത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 90 ഡിഗ്രിയുടെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മളിത് കുറച്ചത്. അടുത്ത കണക്ക്, സമയം 7:20. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എന്ത്? നമുക്ക് തന്നിരിക്കുന്ന സമയം എത്രയാണ്? 7:20 ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. നമുക്കതിനെ ക്ലോക്ക് വരച്ച് നോക്കാം. ഏഴ് 20 അല്ലേ? 7:20. ഇനി നമുക്ക് കണക്കിലോട്ട് പോകാം. ഇവിടെ എങ്ങനെയാണ്? 5, 10, 15. അപ്പോൾ 15 മിനിറ്റ്. 15 മിനിറ്റാണ് ഈ 7നും 4നും. 7:20 എന്ന ആ കോണിനുള്ളിലുള്ളത് 15 മിനിറ്റാണ്. അപ്പോൾ 15നെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 90 ഡിഗ്രിയാണ് കിട്ടിയത് അല്ലേ? 90 കിട്ടിയത്. അപ്പോൾ ഈ 7:20 എന്ന് പറയുമ്പോൾ ഈ 7 കുറച്ചൊന്ന് നീങ്ങിയിരിക്കും. ഈ 90 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇവിടെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 90 ഡിഗ്രിയോടുകൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 90 പ്ലസ് ഏതാണ് കൂട്ടേണ്ടത്? തന്നിരിക്കുന്ന മിനിറ്റ്. 15 അല്ല, തന്നിരിക്കുന്ന മിനിറ്റ്, അതിൻ്റെ പകുതി 20/2 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 10. അപ്പോൾ നമുക്ക് 10 കൂട്ടാം. അപ്പോൾ 100 ഡിഗ്രി. മനസ്സിലായോ? ഈ 90ൻ്റെ പുറത്തായിരിക്കും മണിക്കൂർ സൂചി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ എടുക്കുക? അപ്പോൾ നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം? ഈ മിനിറ്റിൻ്റെ പകുതി, തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി എത്രയാ? 10. 10 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 100 ഡിഗ്രി. സമയം 6:30. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എന്ത്? നമുക്കൊന്ന് വരച്ച് നോക്കാം. 6:30 പറയുന്നത്. 6:30 അല്ലേ? അപ്പോൾ നമ്മുടെ ഇത് രണ്ടും 6-ലായിരിക്കും ഇരിക്കുക. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 6-ൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അവിടെ എന്താ കോണളവ്? എന്താ? 0 ആണ് വരുന്നത്. അത് മിനിറ്റുകൾ, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഒന്നും എടുക്കേണ്ടതില്ല. മിനിറ്റിൻ്റെ പകുതി കാണുക. minute/2 ഈക്വൽ ടു 15. 15 ഡിഗ്രിയാണ് നമ്മുടെ കോണളവ് വരുന്നത്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത്? ക്വസ്റ്റ്യൻ എന്താണ്? 3 മണിക്കും 4 മണിക്കും ഇടയിലെ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ രണ്ടും കൂടെ ഒന്നിക്കുന്ന സമയം ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. 60a/11. ഈ a എന്ന് പറഞ്ഞാൽ ആദ്യ സമയമാണ്.
ആദ്യത്തെ സമയം. അപ്പോൾ 60a/11 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 60 ഇൻറ്റു എ എത്രയാണ്? 3 മണിയാണ് അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 11 180/11. നമുക്കത് ഹരിച്ചു നോക്കാം. 180 70 വരും. അപ്പോൾ ഇവിടെ 6 66. അപ്പോൾ 4. അപ്പോൾ എങ്ങനെ വരും? 16 4/11 അല്ലേ? ഇതാണ് മിനിറ്റ്. അപ്പോൾ എങ്ങനെ? 3 മണി. 3 മണി. മിനിറ്റ് എത്രയാണ്? 16 4/11 മിനിറ്റ്. ഇതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. മിനിറ്റ്, മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാച്ചിൽ 12 മണി. ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? ഇപ്പോൾ വാച്ചിൽ 12 മണിയാണ്. ഇനി 12:15, അതായത് 12 മണി 15 മിനിറ്റുമാകണമെങ്കിൽ എത്ര സെക്കൻഡ് കഴിയണം എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റാണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ നോക്കാം, ഇതിൽ എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. 12 മണിയിൽ നിന്ന് 12:15 ആവണമെങ്കിൽ 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 15 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ്. ഇപ്പോൾ സെക്കൻഡിലാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 15 ഇൻറ്റു 60 എത്രയാണ് പറഞ്ഞേ? 15 ഇൻറ്റു 6 എത്ര ആൻസർ? 900 സെക്കൻഡ്.